ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പയറിൻ്റെ വിത്ത് പാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തക്കാളിയൊക്കെ നട്ട ചാക്ക് ഇത്തിരി വലിപ്പമുള്ള ചാക്കാണ്. അപ്പോൾ ആ ചാക്കിൽ നമ്മൾ വിളവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതൊക്കെ പറിച്ച് കളഞ്ഞ് ഞാൻ മണ്ണൊന്നും കളഞ്ഞില്ല കേട്ടോ. സാധാരണ വെച്ചാൽ നമ്മൾ മണ്ണൊക്കെ ഒന്നും കൂടെ വീണ്ടും കുടഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് എന്താണ് ഒന്നെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഒക്കെ ഇട്ട് നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ ട്രീറ്റ് ചെയ്തിട്ടൊക്കെയല്ലേ നടാറ്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ആ മണ്ണ് ഒരുപാട് മണ്ണുണ്ട്, നല്ല വളമുള്ള മണ്ണുമാണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചാക്കിൽ തന്നെ വെച്ച് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് അതിനകത്തേക്ക് വളങ്ങളും ഒക്കെ കൂടെ ചെയ്തിട്ട് നമുക്കങ്ങ് നടാലോ. അപ്പം ഞാൻ നമ്മുടെ ചാക്കിലെ മണ്ണ് കളയാതെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ പയറിൻ്റെ വിത്തൊന്ന് പാകിയെന്ന് കാണിച്ചു തരാം കേട്ടോ. ബാ. അപ്പം ഇതാണ് നമ്മൾ തക്കാളി നട്ട നമ്മുടെ ചാക്ക്. കണ്ടോ, നല്ല വലിപ്പമുള്ള ചാക്കായിരുന്നു കേട്ടോ നമ്മൾ തക്കാളി ഇപ്രാവശ്യം നട്ടത്. അതിനകത്തേക്ക് നല്ലപോലെ കരിയിലയും അതേപോലെ മണ്ണും മറ്റ് വളങ്ങളൊക്കെ നിറച്ച് അങ്ങനെ നട്ടുകൊടുത്തായിരുന്നു. അപ്പം നമ്മുടെ തക്കാളിയുടെ വിളവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതിന് താങ്ങ് കൊടുത്ത കമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. അതുപോലെ തക്കാളിയുടെ ഉണങ്ങിയ കമ്പും ഒക്കെ മുന്നേ ഞാൻ നേരത്തെ തന്നെ എല്ലാം എടുത്ത് കളഞ്ഞ് ഒക്കെ വൃത്തിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ നമുക്ക് എന്തെങ്കിലും നടേണ്ട സമയമാകുമ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വളങ്ങളൊക്കെ നിറച്ച് നട്ടു കൊടുക്കാമല്ലോ. അതുമല്ല നല്ല കറുത്ത നല്ല മണ്ണാണ് കേട്ടോ, നല്ല രീതിയിൽ കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മണ്ണാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഗ്രോ ബാഗൊക്കെ രണ്ടാമത് നടുന്ന സമയത്ത് മണ്ണ് ഒന്നും കൂടെ കുടഞ്ഞിട്ട് അതൊക്കെ വീണ്ടും കുമ്മായോ ഡോളമേറ്റൊക്കെ ഇട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ടൊക്കെയല്ലോ നടാറ്. അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ നല്ല മണ്ണും നല്ല വളമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചാക്കിലെ മണ്ണൊന്നും കളഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ നേരത്തെ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഇതുപോലെ അടിച്ച് വാരിയിട്ട് കിട്ടുന്ന കരിയിലയൊക്കെ അന്നന്ന് ഇതുപോലെ ആ ചാക്കിനകത്തേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് കൊടുക്കും. എവിടെയെങ്കിലും കരിയിലയൊക്കെ കൂടെ കൂട്ടി വെക്കും. എന്നിട്ട് കുറേശ്ശെയായിട്ട് കിട്ടുന്നത് പോലെ ഈ ഒരു ചാക്കിനകത്തേക്ക് കൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇടുന്നതിനനുസരിച്ച് ഓരോ ദിവസവും അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് മണ്ണും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ മണ്ണും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വെറുതെ നമ്മുടെ ചാക്ക് അവിടെ ഇരിക്കുമല്ലോ, നമ്മളൊന്നും നടുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു എളുപ്പപ്പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. കരിയില ഇട്ടെടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിയില ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ച് ഇതുപോലെ കരിയില കിട്ടുന്ന സമയത്ത് ഈ ഒരു മണ്ണിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പം മഴ പെയ്യുമ്പം വെള്ളവും കൂടെ വീഴുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് കരിയില അഴുകിയും കിട്ടും. അപ്പം അങ്ങനെ എല്ലാം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കരിയിലയൊക്കെ ഏകദേശം നല്ലതുപോലെ അഴുകി വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ എന്നാൽ ഇതിനകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് പാകി കൊടുക്കുമോ അല്ല നട്ടു കൊടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ ഡോളോമേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുമ്മായി ആണെങ്കിൽ നമുക്ക് നടുന്നതിന് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഡോളോമേറ്റ് ആണെങ്കിൽ അത്രയും താമസമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേശ്ശെയായിട്ട് ആ ഒരു എല്ലാ ചാക്കിലും ഡോളോമേറ്റ് ഇട്ട് കൊടുത്തേ. ഇനി നമുക്കിതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. നമ്മുടെ മണ്ണും കരിയിലയും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വിത്ത് പാകി കൊടുക്കാമല്ലോ. അപ്പം നമ്മുടെ മണ്ണിനാണേലും അടിഭാഗത്തേക്കൊക്കെ ഇച്ചിരി ഉറച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് കുത്തി ഇളക്കി നല്ല രീതിയിലാക്കാം. അപ്പം നമുക്ക് നല്ല കമ്പോസ്റ്റ് ആയത് നല്ല രീതിയിൽ കണ്ടില്ല, നല്ല കറുത്ത മണ്ണാണ്. നമ്മുടെ കരിയിലയൊക്കെ നല്ലതുപോലെ കമ്പോസ്റ്റായിട്ട് കിട്ടിയതുകൊണ്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് വളം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ആക്കിയതാണ്. അതും കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് പയർ നട്ടു കൊടുക്കാമെന്ന്. അപ്പം നമുക്ക് പയറാകുമ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കമ്പ് കുത്തി കൊടുക്കാനൊക്കെ സ്ഥലമുണ്ട്. അതുമല്ല നമുക്ക് നേരത്തെ ഇരുന്ന മണ്ണിനകത്തേക്ക് നമുക്ക് ഫ്രഷ് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കരിയിലയുടെ മുകളിൽ ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ല ഫ്രഷ് മണ്ണുമായി അതുപോലെ ഫ്രഷ് കരിയില കമ്പോസ്റ്റും ഉണ്ടല്ലോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്യുവാണല്ലേ, നമ്മുടെ ഗ്രോ ബാഗൊക്കെ വെറുതെ നമ്മൾ മുന്നേ നട്ടതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് എളുപ്പമായല്ലോ. അപ്പോൾ പയറാണെങ്കിലും ഞാൻ തലേദിവസം വൈകുന്നേരം ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേ. എന്നിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞ് അവിടെ അടച്ച് വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുളപ്പിച്ചിട്ട് നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുളച്ച് വരുമല്ലോ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അഴുകിപ്പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ചെറുതായിട്ടൊന്ന് മുളപ്പിച്ചിട്ട് നമുക്കങ്ങ് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു മുള വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിനകത്ത് ഒരു 3-4 വലിയ ചാക്കല്ലേ, അപ്പോൾ ഒരു 3-4 വെച്ചങ്ങ് പാകി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിതിനകത്താകുമ്പം നമുക്ക് കമ്പ് കുത്തി കൊടുക്കാനും എളുപ്പമുണ്ടല്ലോ. വലിപ്പമുള്ള ചാക്കാണ്, നല്ലതുപോലെ മണ്ണും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ മുന്നേ കൃഷി ചെയ്ത നമ്മുടെ ചാക്കിനകത്ത് ഇപ്രാവശ്യം നമ്മുടെ പയർ, അതായത് നമ്മൾ വള്ളിപ്പയറാണ്, നീളമുള്ള ടൈപ്പ് പയറില്ലേ, ആ ഒരു പയറാണ് കേട്ടോ. അപ്പം അതും അങ്ങനെ എളുപ്പത്തിലങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട.